എടുത്ത് ചാടി തീരുമാനം എടുത്ത് നിരന്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കില്ലേ? അല്ലെങ്കിൽ അത്തരം ഒരാളാണോ നിങ്ങള്? എന്നാല് ഈ ഒരു എടുത്തു ചാടിയുള്ള തീരുമാനമെടുക്കലിനെ നമ്മൾ ഹേസ്റ്റി ഡിസിഷൻ മേക്കിംഗ് അഥവാ ജമ്പിങ് ടു കൺക്ലൂഷൻ എന്നും പറയും. പലപ്പോഴും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നവർക്ക് അറിയില്ല അവരെടുക്കുന്ന ആ തീരുമാനം എത്രത്തോളം അവരുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അവരെടുക്കുന്ന ഡിസിഷൻസിന്റെ നല്ലതും ചീത്തയും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൺസിക്വൻസ് പോലും അവർ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത്. ഇത് പിന്നീട് ഈ എടുത്ത ഡിസിഷൻസിനെ കുറിച്ച് അവർ നിരന്തരം ആലോചിക്കുമ്പോൾ അവർക്കൊരു ഫ്രസ്ട്രേഷനും അമിതമായിട്ടുള്ള ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും അതുപോലെ തന്നെ സാഡ്നെസ്സും ലോൺലിനെസ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, ഞാൻ എടുത്ത തീരുമാനമല്ലേ, ഞാൻ അനുഭവിച്ചോളാം. ഒരിക്കലല്ല, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഈ ഹേസ്റ്റി ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കാരും എല്ലാം എഫക്റ്റഡ് ആവും. അതെങ്ങനെയാന്നല്ലേ? നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഈ ഹേസ്റ്റി ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു, എനിക്ക് ഈ കൊച്ചിനെ വേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഓപ്പോസിറ്റുള്ള ആളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവാനും സാധ്യതയുണ്ട്. സോ ഇനി നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു ഹേസ്റ്റി ഡിസിഷൻ മേക്കിംഗ് അല്ലാതെ എടുക്കാൻ പോകുന്ന ഡിസിഷനെ കുറിച്ച് ഓരോ മിനിറ്റെങ്കിലും ചിന്തിക്കുക. അറ്റ്ലീസ്റ്റ് ആ ഡിസിഷൻ നിങ്ങൾക്ക് നിലവിൽ ആവശ്യമാണോ, അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നും കൂടി ആലോചിക്കുക. സോ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കുക.